എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളരിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നന്ദി പറയണു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ എല്ലാം ശക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ പ്രവചനം തന്നെ രാവിലെ എൻ്റെ പേഴ്സണൽ പ്രയറിൽ ശക്തമായ പ്രവചനത്തിലൂടെ കർത്താവ് നയിച്ചു. പേഴ്സണൽ പ്രയറാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാവരോടും ഞാൻ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. പേഴ്സണൽ പ്രയർ ഒരു ദിവസം പോലും മുടങ്ങരുത്. 2565 അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. ഹല്ലേലൂയ. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിന്റെ കൃപാവരം. ദൈവം എവിടെയാണ്? നമ്മളിൽ എവിടെയാണ് ദൈവം? തലയിലാണോ, തൊലിയുടെ പുറത്താണോ, മുമ്പിലാണോ, പുറയിലാണോ? കൃത്യമായ ഉത്തരമാണ്. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യചേതനയുമായിട്ടുള്ള ഐക്യമാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. പരിശുദ്ധ ദൈവത്തിന്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നവരാണ്. റോമർ 9:6-5 ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഉടനെ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നന്ദി പറയാം. കർത്താവ് തന്ന ഈ വരദാനങ്ങളെ ജ്വലിപ്പിക്കുക എന്നതാണ്. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് ഈ പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്നുകൂടി സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധ രാജകീയ ത്രിത്വമേ, ഞങ്ങളിൽ വസിക്കുന്ന എല്ലാ വരദാനങ്ങളെയും ജ്വലിപ്പിക്കണമേ. ശാല ഹലബല 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 ഹലബല. പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി ഞങ്ങൾ ദാഹിക്കുന്നു. ഉത്കൃഷ്ടമായ ദാനങ്ങൾക്കായി തീഷ്ണതയോടെ ആഗ്രഹിക്കുക എന്ന് പരിശുദ്ധാത്മാവ് എന്ന് പൗലോസ്ലീഹ പറഞ്ഞത് ഓർത്തുകൊണ്ട്, കർത്താവേ, ഞങ്ങളെല്ലാവർക്കും ഞങ്ങളിലുള്ള പ്രവചനപരത്തെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളിലുള്ള പ്രവചനപരത്തെ ജ്വലിപ്പിക്കണമേ. ശാലബല ഹലബല ഹലബല ഹലബല. ഞങ്ങളിലുള്ള പ്രവചനപരത്തെ ജ്വലിപ്പിക്കണമേ. Come Holy Spirit, come Holy Spirit, come Holy Spirit. Praise you Jesus, thank you Jesus, thank you Lord. Shandala halabala halabala halabala. ആകയാൽ എൻ്റെ സഹോദരങ്ങളെ, പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കും. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. വരുവിൻ, പ്രവചനത്തിനായി ദാഹിക്കാം. എന്റെ ജനമേ, ഞാൻ ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം നൽകുന്നു. ഓരോ ദിവസവും നിങ്ങൾക്ക് പുത്തൻ അഭിഷേകം നൽകുന്നത് എൻ്റെ സ്വഭാവമാണ്. ഇന്നലത്തെ ഭക്ഷണമല്ല ഇന്ന്. ഓരോ ദിവസവും പുതിയ ആഹാരം, പുതിയ ഊർജം, പുതിയ 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 ചൈതന്യം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഓരോ ദിവസവും ലോകത്തിൽ അന്ധകാരത്തിനെ കീഴടക്കാൻ വേണ്ടി നിങ്ങളിൽ എൻ്റെ ചൈതന്യത്തെ ഞാൻ ജ്വലിപ്പിക്കുന്നു. ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി. നിങ്ങളെല്ലാം എൻ്റെ ശാഖകളാണ്, എൻ്റെ ശാഖകളാണ്. ഞാൻ ജീവൻ തന്നെയാണ്, ഞാൻ ഉയർപ്പാണ്, ഞാൻ പുനരുത്ഥാനമാണ്. എന്റെ പുനരുത്ഥാനവും ജീവനും ശാഖകളായ നിങ്ങളിലൂടെ ലോകം മുഴുവനും ഞാൻ പ്രസരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ അന്ധകാരത്തെയും ഈ ലോകത്തിന്റെ അജ്ഞതയെയും ഞാൻ കീഴടക്കും. അതിനാൽ എന്റെ ജനമേ, നിങ്ങൾ ചുണയുള്ളവരാകുവിൻ, നിങ്ങൾ വീര്യമുള്ളവരാകുവിൻ. എൻ്റെ ആത്മാവിൻ്റെ
ശക്തിയാൽ നിറയുവിൻ, എന്റെ വരദാനങ്ങളാൽ ജ്വലിക്കുവിൻ, എന്റെ അഭിഷേകത്താൽ ഉണരുവിൻ. എന്റെ അഭിഷേകം നിങ്ങളിലേക്ക് ഞാനിതാ ഒഴുക്കുന്നു. വെള്ളച്ചാട്ടം പോലെ എന്റെ അഭിഷേകത്തെ നിങ്ങളിലേക്ക് ഞാൻ പകരുന്നു. എന്റെ അഭിഷേകത്തെ പൂർവാധികം ശക്തിയോടെ ഞാൻ നിങ്ങളിൽ പകരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വരുവിൻ, ഈ പ്രവചനം സ്വീകരിക്കുവിൻ. ഈ പ്രവചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന അത്ഭുതകരമായ ശക്തിയെ കാണുവിൻ. നമ്മളെല്ലാവരും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യുവിൻ. ഓരോ ദിവസവും പുതിയ ആവേശം കൊണ്ട് നിറയുവിൻ. ശലബല കലബല കലബല ഹലബല 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 ബലബല 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 ബലബല. ഇപ്പോ പ്രവചന സമയത്ത് ഉണ്ടായ ഹീലിംഗ്, ഒന്ന് തലവേദന സൗഖ്യപ്പെടുത്തുന്നു, വയറുവേദന സൗഖ്യപ്പെടുത്തുന്നു, മുട്ടുവേദന സൗഖ്യപ്പെടുത്തുന്നു. ഓക്കെ, ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്നലത്തെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആരാധനാ വൈവിധ്യവും രഹസ്യത്തിൻ്റെ ഏകത്വം എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ പ്രധാനമായി വലിയൊരു കാര്യം അവിടെ പഠിച്ചത് ഇതാണ്. 1201 അതൊരിക്കൽ കൂടി ഏറ്റുപറയുകയാണ്. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാവാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. ഈ റീത്തുകളുടെ ഉദ്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം, അതാണ് പല റീത്തുകളുണ്ടായത്. അത് ഈ കാലഘട്ടത്തിൽ പലർക്കും സംശയങ്ങളാണ്. എന്തിനാണ് ഇത്രയും റീത്തുകൾ? അതിനെക്കുറിച്ച് സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അപ്പോൾ ഇവിടെ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു റീത്തിൽ, ഒരു ആരാധന പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. റീത്തുകളുടെ ഉദ്ഭവത്തിൻ്റെയും വികസനത്തിൻ്റെയും ചരിത്രം ശ്രദ്ധേയമായ ഒരു പരസ്പര പൂരകത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അതാണ് ഇത് ഓരോ സഭാ മക്കളും മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ ആരെങ്കിലും പറയുന്നത് ചുമ്മാ കേട്ടിട്ട് കിടന്നിട്ട് വിഷമിക്കരുത്. സഭയുടെ പ്രബോധനത്തിൽ നിലനിൽക്കാനുള്ള ഒരു എളിമ നമുക്കുണ്ടാകണം. സഭയുടെ പ്രബോധനത്തിനോട് ബഹുമാനം ഉണ്ടാകണം. അപ്പോൾ ഓരോ ആരാധനാക്രമത്തെക്കുറിച്ചും സഭ അവയുടെ ആരാധന പാരമ്പര്യങ്ങൾ വിശ്വാസത്തിലും വിശ്വാസത്തിൻ്റെ കൂദാശകളുടെ ഐക്യത്തിലും ജീവിച്ചപ്പോൾ അവൾ പരസ്പരം സമ്പന്നമാക്കുകയും പാരമ്പര്യത്തോടും സഭ മുഴുവൻ്റെയും പൊതു ദൗത്യത്തോടുള്ള വിശ്വസ്തതയിൽ വളരുകയും ചെയ്യുന്നു. എന്നെ ദൈവം അനുഗ്രഹിച്ച വലിയ ഒരു കാര്യം ഇതാണ്. തുടക്കം മുതലേ ഈ എല്ലാ റീത്തുകളെയും വാത്സല്യത്തോടെ ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ ഹൃദയവിശാലതയും ജ്ഞാനവും ദൈവം തന്നു. ഇത് ഞാൻ മനഃപൂർവ്വം ആഗ്രഹിച്ചുണ്ടായതൊന്നുമല്ല. സഭയുടെ ആ യഥാർത്ഥ മനസ്സ്, സഭയുടെ മനസ്സറിയുക എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. Know the mind of the church. Know the mind of the church. ഓക്കെ, ഇനി നമ്മൾ 1202 പ്രവേശിക്കാം. വ്യത്യസ്തങ്ങളായ ആരാധനാ പാരമ്പര്യങ്ങൾ ഉടലെടുത്തത് സഭയുടെ ദൗത്യം മൂലം തന്നെയാണ്. ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഒരേ ഭൂപ്രദേശങ്ങളിലുള്ള സഭകൾ, ഒന്നുകൂടി വായിക്കാം. വ്യത്യസ്തങ്ങളായ ആരാധനാ പാരമ്പര്യങ്ങൾ ഉടലെടുത്തത് സഭയുടെ
ദൗത്യം മൂലം തന്നെയാണ്. ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഓരോ ഭൂപ്രദേശങ്ങളിലുള്ള സഭകൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ ഭൂമിശാസ്ത്രപരവും, അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സഭ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരികയാണേ, നമ്മുടെ നാട്ടിൽ പള്ളിയിൽ പോകുമ്പോൾ പുറത്ത് തന്നെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടില്ല, എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടിട്ടേ പള്ളിയിൽ കയറാവുന്നു. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റും അതിന് യോജിച്ചതാണ്. എന്നാൽ ഇവിടെ ജർമ്മനിയിൽ, ഓസ്ട്രിയയിൽ, അയർലൻഡിൽ, ഇപ്പം ഇവിടെ അമേരിക്കയിൽ മുട്ടിന് മഞ്ഞാണ്. മുട്ടിന് മഞ്ഞ്, ശരിക്കും മുട്ടിന് മഞ്ഞാണ്. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്ക് ചെരുപ്പ് ഊരാൻ പറ്റുമോ? ചെരുപ്പ് പകരം വലിയ ഷൂ ഇട്ടാണ്, വലിയ ഷൂ, മഞ്ഞിൽ തെന്നാത്ത തരത്തിലുള്ള ടയറുള്ള ഷൂ ഇട്ടാണ്. അപ്പം ഇതാണ് ഭൂമിശാസ്ത്രപരം. അപ്പം ഇവിടെ പള്ളിയിൽ കയറുമ്പോൾ ഷൂ ഊരാൻ പറ്റുമോ? ഊരാൻ പറ്റില്ല. ഷൂ ഇട്ടുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും പള്ളിയിൽ വരേണ്ടത്. അതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഇന്ന് ഞാൻ രാവിലെ പള്ളിയിൽ പോയതാ. കാറിൽ നിന്ന് ഇറങ്ങി മഞ്ഞിൽ നിന്ന് ചവിട്ടി നടന്നാണ് കയറിയത്. അതാണ് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഓരോ ഭൂപ്രദേശങ്ങളിലുമുള്ള സഭകൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ ആ സംസ്കാരത്താൽ മുദ്രിതമായ സവിശേഷ പ്രകാശനങ്ങളിലൂടെ ആഘോഷിക്കാനിടയായി. തോമസ് ലീഗ കേരളത്തിലേക്ക് വന്നു. മറ്റ് ഓരോ അപ്പസ്തോലന്മാരും വേറെ ദേശങ്ങളിലേക്ക് പോയി. അപ്പം ഈ പൗരസ്ത്യ ദേശങ്ങളിൽ വന്ന അവർ പൗരസ്ത്യ ആരാധനാക്രമങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്ത വിധത്തിലാണ് അത് ഉടലെടുത്തത്. വിശ്വാസ നിക്ഷേപത്തിൻ്റെ 67 2 തിമോത്തി 1:14 ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. അല്ലോ, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും സഹോദരപരമായ സംസർഗത്തിൻ്റെ സംഘടനയിലും രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലും ഒരു പ്രാദേശിക സഭയുടെ വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലും ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആരാധനാ വൈവിധ്യം എന്ന സബ് ഹെഡിങ്ങിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും സഹോദരപരമായ സംസർഗത്തിൻ്റെ സംഘടനയിലും രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലും ഒരു പ്രാദേശിക സഭയുടെ ആരാധന ജീവിതത്തിൽ സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്ക് സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. ആ ജനത്തിലേക്ക്, സംസ്കാരത്തിലേക്കുമാണല്ലോ ആ സഭ അയക്കപ്പെട്ടതും വേരുറച്ചതും. സഭ കാത്തോലികമാണ്. സംസ്കാരങ്ങളുടെ യഥാർത്ഥമായ എല്ലാ സമ്പന്നതകളെയും ശുദ്ധീകരിച്ചുകൊണ്ട് അവയെ തൻ്റെ ഐക്യത്തിൽ ശേഖരിക്കാൻ അവൾക്ക് കഴിവുണ്ട്. അതുകൂടി വായിക്കാം. പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും
ഇത് രണ്ടും തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, പാരമ്പര്യം. എന്താണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്? പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും സഹോദരപരമായ സംസർഗത്തിൻ്റെ സംഘടനയിലും രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലും. അതാണ് ഒരു പ്രാദേശിക സഭയുടെ ആരാധനാ ജീവിതത്തിൽ സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്കും സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. ആ ജനത്തിലേക്ക്, സംസ്കാരത്തിലേക്കുമാണല്ലോ ആ സഭ അയക്കപ്പെട്ടതും വേരുറച്ചതും. സഭ കാതോലികമാണ്. സംസ്കാരങ്ങളുടെ യഥാർത്ഥമായ എല്ലാ സമ്പന്നതകളെയും ശുദ്ധീകരിച്ചുകൊണ്ട് അവയെ തൻ്റെ ഐക്യത്തിൽ ശേഖരിക്കാൻ അവൾക്ക് കഴിവുണ്ട്. ഇത് പറയുമ്പോൾ ഇപ്പോഴും ചില ആൾക്കാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറ്റം പറയുന്ന ഒരു കാര്യം, ആമസോണിലുള്ള ജനതകളുടെ ഒരു സിനഡ് നടക്കുമ്പോൾ എന്താണ് പഞ്ചമാമ, എന്താണ് അവിടുത്തെ ഒരു രൂപം, ഒരു പ്രതിമയെ അവർ കൊണ്ടുവന്നത് എല്ലാവരും ഐഡിൽ വർഷിപ്പാണെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. എന്നിട്ട് ഒരാൾ അത് കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കി. മാർപ്പാപ്പ അത് തിരിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ചില ആളുകൾക്ക് തോന്നി അത് വെറും ഒരു 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 ഐഡിൽ വർഷിപ്പാണ്. പക്ഷേ അത് ആ നാട്ടിലെ സംസ്കാരത്തിൽ ആ നാട്ടിലെ ആളുകൾ മാതാവിനെ വണങ്ങുന്ന പ്രതീകമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വേളാങ്കണ്ണി മാതാവിന്റെ രൂപം, അതുപോലെ സാരിയെല്ലാം ഉടുത്ത ഒരു മാതാവിനെ ജർമ്മനിയിൽ കൊണ്ടുവരാണെങ്കിൽ അവർ പറയും ഇത് ഹിന്ദുക്കളുടെ മാതാവല്ലേ, ഇതൊരു ഹിന്ദു മാതാവിനെ പോലെ ഇരിക്കണല്ലോ എന്ന് പറയും. കണ്ടോ, അതാണ് സംസ്കാരത്തിന്റെ വ്യത്യാസം. എന്നാൽ ജർമ്മൻകാർ മനസ്സിലാക്കണം, കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള സ്ത്രീകളുടെ സാധാരണ വേഷവിധാനം ഇങ്ങനെയാണ്. അപ്പൊ അവർക്ക് മാതാവിനെ അങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ പഞ്ചമാമ എന്ന് പറയുന്നത് ആമസോണിലെ ആ കാട്ടും പ്രദേശത്തുള്ള ആളുകൾ, അതല്ലെങ്കിൽ നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുള്ള മാതാവ് എങ്ങനെയായിരിക്കും? ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മാതാവിൻ്റെ പ്രതിമ നല്ല കറുത്ത് ഇരുണ്ട്, അവിടുത്തെ ആളുകളുടെ പോലെ വലിയ വസ്ത്രമൊന്നും ഇല്ലാതെയാണ് അവിടെ. അതാണ് അവിടുത്തെ ആളുകളുടെ പ്രതീകം. അപ്പൊ ഈ സംസ്കാരം മനസ്സിലാകുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ധ്യാനഗുരുക്കന്മാർ പോലും മാർപ്പാപ്പയെ ഇതും പറഞ്ഞ് പഴിക്കുന്നു. മാർപ്പാപ്പ പഞ്ചമാമയെ, ആമസോൺകാർ പഞ്ചമാമയെ കൊണ്ടുവന്നത് ഐഡിൽ വർഷിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയും സാക്ഷരതയുള്ള കേരള നിവാസികളും കേരളത്തിലെ വൈദികരുടെയും കേരളത്തിലെ ധ്യാന ഗുരുക്കന്മാരുടെയും കേരളത്തിലെ വലിയ ടെലിവിഷൻ ചാനലുകൾ നടത്തുന്ന ആളുകളുടെ എല്ലാം അവസ്ഥ ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതെന്തുകൊണ്ടാ? മാർപ്പാപ്പയ്ക്ക് തെറ്റാവരം, മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റില്ല എന്നുള്ള ഒരു അടിസ്ഥാന തത്വം വിശ്വസിക്കുന്നില്ല അവർ. രണ്ടാമത്, മാർപ്പാപ്പ എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒന്നിനെ അവരെ അത് ചെയ്തപ്പോൾ അതിനെ സഹകരിച്ചത്? അവരുടെ സംസ്കാരത്തെ സ്നേഹിക്കണം. അവരുടെ സംസ്കാരത്തെ നമ്മൾ സ്നേഹിക്കണം. ആ സംസ്കാരത്തിൽ കുറവുകളുണ്ടെങ്കിൽ അതിനെ നവീകരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും സഹോദരപരമായ സംസ്കാരത്തിൻ്റെ സംഘടനയിലും
രഹസ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള. അപ്പൊ ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും അത് മുഖാന്തരം എന്തോരം പ്രശ്നമുണ്ടായി. ഇപ്പോഴും ചിലവര് അത് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പേനെ കുറ്റം പറയുന്നുണ്ട്. മാർപ്പാപ്പേനെ കുറ്റം പറയുന്നത് തന്നെ വലിയ തെറ്റാണ്. മാർപ്പാപ്പയിൽ ഒരു കുറ്റം ആരും കണ്ടെത്താൻ പാടില്ല. അതാണ് സഭയുടെ പാരമ്പര്യം. സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതാണ് പാരമ്പര്യം. അപ്പൊ എന്താണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്? അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്ക് നോക്കൂ. അല്ലയോ തിയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക്, ശ്രദ്ധിക്കണം, പാരമ്പര്യം ഉത്ഭവിച്ചത് ഇവിടെ നിന്നാണ്. യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിന് ശേഷം, കണ്ടോ, പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി. കണ്ടോ, 40 ദിവസം അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. ആ യേശുവിൻ്റെ പുനരുത്ഥാനം ഒരു നിമിഷം നടന്ന ഒരു സംഭവം മാത്രമല്ല. ആ പുനരുദ്ധിത ഈശോ 40 ദിവസം അവരുടെ കൂടെ വസിച്ച് അവരെ പഠിപ്പിച്ചു, അവരുടെ കൂടെ ബലിയർപ്പിച്ചു. അതാണ് ആരാധന പാരമ്പര്യം. എമ്മാവൂസിലേക്ക് പോയപ്പോ പഴയ നിയമം വ്യാഖ്യാനിച്ചു, പ്രവാചക ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചു, സങ്കീർത്തനങ്ങൾ വ്യാഖ്യാനിച്ചു. അങ്ങനെ നീണ്ട ഒരു വചന ശുശ്രൂഷ. അതിനുശേഷം അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അപ്പമെടുത്ത് വാഴ്ത്തി എന്ന് അവിടെ പറയുന്നുള്ളൂ. ഒരുപക്ഷെ അപ്പമെടുത്ത് സങ്കീർത്തനങ്ങളെല്ലാം പാടിയിട്ടുണ്ടാകാം. അവിടെ എന്തെല്ലാം പ്രാർത്ഥനകളാണ് ഈശോ പ്രാർത്ഥിച്ചതെന്നുള്ളത് എഴുതിയിട്ടില്ല. അത് അപ്പസ്തോലന്മാർക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അനാഫറ ഉണ്ടായത്. അവിടെ അവരെന്താ പ്രാർത്ഥിച്ചത്? ഒരു മിന്നലുമാതിരിയായിരുന്നു. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി സ്തുതി അർപ്പിച്ചു, പ്രാർത്ഥിച്ചു, മുറിച്ചു, അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇത് നമ്മുടെ കർത്താവായി യേശു ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. പക്ഷെ യേശു അപ്രത്യക്ഷനായി. കണ്ടോ പാരമ്പര്യം. യേശു അപ്രത്യക്ഷനായി. യേശു എവിടെ പോയി? യേശു അപ്പമായി മാറി അവരുടെ അകത്തേക്ക് ചെന്നു. അപ്പോൾ അവരുടെ ഉൾക്കണ്ണുകൾ തുറന്നു. അവർക്ക് പുതിയൊരു മനസ്സിലാക്കൽ ഉണ്ടായി. ഇതാണ് പാരമ്പര്യം. ഇതിൽ വലിയ രഹസ്യങ്ങളുണ്ട്. കണ്ടോ, 24:30 അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച്, കണ്ടോ, ആശീർവദിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാർത്ഥനയില്ലാതെ ആശീർവാദമുണ്ടോ? എന്ത് പ്രാർത്ഥന ചൊല്ലിയാണ് ആശീർവദിച്ചത്? അതെല്ലാമാണ് വിശദാംശത്തിലേക്ക് സഭ മനസ്സിലാക്കി കൊടുക്കുന്നത്. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ചതാണ് നമ്മൾ ഇന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും അനാഫറ പ്രാർത്ഥനയിൽ കാണുന്നത്. അവൻ അപ്പമെടുത്തു ആശീർവദിച്ചു എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ വിട്ടാണോ ചെയ്തത്? ആശീർവദിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവിൽ ആശീർവദിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിന് നന്ദി പറയുകയും ഈ രഹസ്യങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു പാരമ്പര്യമാണത്.
അതിനുശേഷം 40 ദിവസവും ഇതുപോലെ തന്നെ ചെയ്തു കാണണം. അവരോടൊപ്പം എന്ത് ചെയ്യായിരുന്നു ഈശോ? ചീട്ട് കളിക്കാൻ പോയോ? അവരോടൊപ്പം ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്താ ചെയ്തേ? എന്ത് പറയാനാണ് ഞാൻ ഈ ചീട്ടുകളിൽ നിന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന ചില ആൾക്കാർ ഞായറാഴ്ച ദിവസം ഒരു ദിവസം ഒഴിവ് കിട്ടുന്ന ദിവസമല്ലേ, അന്ന് ചീട്ടുകളിയും ബീർ കുടിയും കരിമീൻ പൊരച്ചതും ഒക്കെ തിന്ന് സൂയിക്കുക. ഇതാണ് ക്രിസ്തോലിക്കൻ്റെ ഒരവസ്ഥയായിരുന്നത്. ഞാനും ചിലപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞായറാഴ്ച കുർബാനയ്ക്ക് എന്നും പോയിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ച കുർബാന പോലും പോകാതെ ചീട്ടുകളിയും കുടിയും ഭക്ഷണവുമായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്നിട്ട് അവർ പെട്ടെന്ന് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കണം. അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, സഹോദര, ഈ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ, ആര് പറയണത് കേട്ടിട്ടാണ് നിങ്ങളിത് പറയണേ? നിങ്ങൾ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനങ്ങളും എൻസിക്ലിക്കലുകളും ഏതെങ്കിലും ഒരെണ്ണം വായിച്ചിട്ടുണ്ടോ? അല്ല, അതിലെ ഒരു പേജെങ്കിലും വായിച്ചിട്ടുണ്ടോ? എത്ര എൻസിക്ലിക്കലുകളും അപ്പസ്തോല പ്രബോധനങ്ങളും മാർപ്പാപ്പ എഴുതി, അത് നിങ്ങൾക്കറിയോ? അതിലെ ഒരു പേജെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ്, ഇല്ല സാറേ, ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയണേ? ഇതാണ് നമ്മുടെ മലയാളികളുടെ സാക്ഷരതയുടെ അവസ്ഥ. എന്താ സാക്ഷരത എന്ന് പറയണത് നമ്മൾ? അപ്പോ സ്നേഹമുള്ളവരെ, ഞാനിത് പറയുന്നത് നമ്മൾ എങ്ങനെ വളരും? നമ്മൾ വളരണമെങ്കിൽ ആര് പറഞ്ഞത് കേട്ട് വളരണം. ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സഭയിൽ ഒരു പ്രബോധന അധികാരമുണ്ട്. 85-ാമത്തെ ഖണ്ഡിക, കാറ്റക്കിസത്തിൽ 85-ാമത്തെ ഖണ്ഡികയിൽ പറയാണ്, ബൈബിളിന്റെ തന്നെ വ്യാഖ്യാനം സഭയുടെ പ്രബോധന അധികാരം വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് വേണം. 85 ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധന അധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കണ്ടോ? 85 യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സഭ ഈ അധികാരം വിനിയോഗിക്കുന്നത്. അതായത് റോമാ മെത്രാനായ പത്രോസിന്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അടുത്ത 86-ൽ പറയണം, എന്നാലും സഭയുടെ ഈ പ്രബോധന അധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തിയാണ് ചെയ്യുന്നത്. പരമ്പരാഗതമായി ലഭിച്ചവ മാത്രമാണ് സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദിവ്യകൽപ്പനയാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും സഭയുടെ പ്രബോധന അധികാരം ദൈവവചനത്തെ ഭക്തിപൂർവം ശ്രവിക്കുകയും വിശുദ്ധമായി പരിരക്ഷിക്കുകയും വിശ്വസ്തതാപൂർവം വിശദീകരിക്കുകയും ചെയ്യുന്നു. ദൈവാവിഷ്കൃത സത്യങ്ങളെന്ന വിശ്വസിക്കേണ്ടതിനായി നിർദ്ദേശിക്കപ്പെടുന്നവയെല്ലാം വിശ്വാസത്തിന്റെ ഈ ഏക നിക്ഷേപത്തിൽ നിന്നും എടുക്കപ്പെടുന്നവയാണ്. ഇത് ദൈവഗർഭം, ദൈവവചനം എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. 2-ാം വത്തിക്കാൻ സൂനഹദോസിന്റെ ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവവചനം തന്നെ സഭയുടെ ആധികാരിക പ്രബോധനത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ നമ്മൾ വളർന്നാലേ നമ്മൾ വളരുള്ളൂ. ഞാനിനി ഉള്ള ദിവസങ്ങളിൽ ഈ കാത്തോലിക്ക സഭയുടെ മതബോധന പഠനവും നമ്മുടെ
കഠിനാവറിയായും എന്തെല്ലാം കഷ്ടതയുണ്ടായാലും തുടർന്ന് പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഒന്ന്, അത് എനിക്ക് തന്നെ പഠിക്കാമല്ലോ, നമ്മൾ തന്നെ പഠിച്ചത് വീണ്ടും നമ്മൾക്കൊന്ന് റിവിഷൻ ചെയ്യാമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇത് വീണ്ടും വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും വലിയൊരു ആനന്ദമാണ്, വലിയൊരു ആനന്ദമാണ് സ്നേഹമുള്ളവർ. മാത്രമല്ല, ഇത് കേൾക്കുന്ന വിശ്വാസികൾക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കിട്ടുകയാണ്. എന്ത് പഠിക്കണം, ആര് പറയണത് കേൾക്കണം, ആര് പറയണത് കേൾക്കണം. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു പള്ളിയിൽ ചെന്നപ്പോൾ സീറോ മലബാർ കുർബാനയിൽ തക്സയിലുള്ള പാട്ടൊന്നും പാടണില്ല. അപ്പോൾ ഞാനത് പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യണത് ശരിയല്ല. ആരാധന നയിക്കായിരുന്നു. അപ്പോൾ ഞാനത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ അഭിനന്ദിച്ചു. ബ്രദറെ, ഇങ്ങനെ പറയാനൊരാൾ വേണ്ടേ, ഇങ്ങനെ പറയാനൊരാൾ വേണ്ടേ. ഒരുപാട് പേർക്ക് ഇത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. ബ്രദർ ധൈര്യം വെച്ചത് പറഞ്ഞല്ലോ. പള്ളിയുടെ മദ്ബഹായിൽ നിന്നുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞത്. ആരാധനാക്രമത്തിൽ തക്സയിലുള്ള ഗാനങ്ങൾ ലിറ്റർജിയുടെ ഭാഗമാണത്. അത് ആരാധനാക്രമത്തിന്റെ സഭയുടെ ഔദ്യോഗിക ഭാഗത്തെ തിരസ്കരിക്കാൻ നമ്മൾ ആര്? നമുക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡിയാണുള്ളത്? ഇപ്പം ഉദാഹരണത്തിന് റിസർവ് ബാങ്ക് ഒരു നോട്ട് ക്യാൻസലാക്കി ഒരു പുതിയ നോട്ട് ഇറക്കി. ആ കോമ്പിറ്റന്റ് അതോറിറ്റി അത് ഭാരതത്തിലെ എല്ലാ പൗരന്മാരും സ്വീകരിക്കേണ്ടതാണ്. അയ്യോ, ഞങ്ങൾക്ക് ഈ നോട്ട് പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളതിനെ മാറ്റി നിർത്താൻ പറ്റുമോ? നമുക്കറിയാം, കുറെ നാൾ മുമ്പ് എത്ര 2000 രൂപയുടെ നോട്ടുണ്ടായിരുന്നു, അത് റദ്ദാക്കി 500 രൂപയുടെ നോട്ട് ഇറക്കി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിനാണ് കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം സാക്രസാൻഡം കൺസീലിയത്തിൽ ഇപ്പം നമ്മുടെ അരുൺ അച്ഛൻ ആ സാക്രസാൻഡം കൺസീലിയത്തിനെ കുറിച്ചുള്ള പ്രബോധനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കേൾക്കണം, നല്ലതാണ്. കേട്ടാൽ മാത്രം പോരാ, അത് പ്രായോഗികമായിട്ട് നമ്മുടെ പള്ളികളിൽ, നമ്മുടെ ആരാധനാക്രമത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മൾക്കുള്ള മനസ്സുണ്ടാകണം, ധൈര്യം ഉണ്ടാകണം, അഭിഷേകം ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് വിശ്വാസ നിക്ഷേപത്തിൻ്റെ ആഘോഷമാണ്. പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും. അപ്പൊ ആരാധനയിലുള്ള നിരവധി പ്രതീകാത്മകതകളുണ്ട്. ഇപ്പൊ സീറോ മലബാർ പള്ളിയിലെ വിരി മാറുന്നത് അതിന്റെ പ്രതീകാത്മകത മനസ്സിലായി കഴിയുമ്പോഴല്ലേ ഈശോയുടെ മാമോദീസ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടതാണ് അതിന്റെ രഹസ്യം. അത് മനസ്സിലായി കഴിയുമ്പോ പള്ളിയിൽ ഉടനെ വിരിയിടാൻ തോന്നുകയാണ്. ആ സർവാധിപനാം കർത്താവ് പാടുമ്പോ അങ്ങോട്ട് തിരിഞ്ഞ് മദ്ബഹായിലേക്ക് തിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ആ വിരി മാറുകയും മദ്ബഹായിലെ പെട്ടെന്ന് ലൈറ്റ് ഇടുകയും അവിടെ ധൂപാർപ്പണം വരികയും എല്ലാം ചെയ്യുമ്പോൾ ഇതാ യേശുവിന്റെ മാമോദീസ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു എന്നത് അവിടെ മണികിലിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ ആ ജനഹ, ഈശോയുടെ മാമോദീസ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടതിൻ്റെ പ്രതീകാത്മകത എത്ര മനോഹരമായി അവതരിച്ചിരിക്കുന്നു.
ഇപ്പൊ കല്യാണത്തിന് മണവാട്ടി ചുമ്മാ ഒരു ഉടുപ്പിട്ടുകൊണ്ട് പോവോ? കല്യാണ വസ്ത്രം ഉപയോഗിക്കില്ലേ? എന്നപോലെ വെറും ഒരു കള്ളിമുണ്ട് എടുത്തുകൊണ്ടും കല്യാണം നടത്താം. പക്ഷെ മണവാട്ടിയാവോ? വേലക്കാരിയെ പോലെ ഇരിക്കും. അതാണ് ഇപ്പൊ നടക്കുന്നത്. കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ പുറത്താക്കണമെന്ന് പറയണം. ഇപ്പൊ നമ്മൾ ആരാധനാക്രമത്തിൽ അതൊരു സ്വർഗീയ ആഘോഷത്തിന്റെ ഭൂമിയിലുള്ള പ്രകടനമാണ്. ആ ആരാധനാക്രമത്തിൽ പങ്കുചേരുമ്പോ എനിക്കറിയില്ല, ഞാൻ കുഞ്ഞുനാൾ മുതൽ ഞായറാഴ്ച പള്ളി പോകുമ്പോ ഷർട്ടൊക്കെ നന്നായിട്ട് ഇസ്തിരി ഇട്ട് തേച്ച് ടിപ്പ് ടോപ്പിലേ പോകാറുള്ളൂ. അന്ന് അതിൻ്റെ അർത്ഥമൊന്നും ശരിക്കും മനസ്സിലായില്ല. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാനും ഒരു മണവാട്ടിയായിട്ടാ പോണത്. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജർമ്മനിയിലെല്ലാം കാണാം, ഞായറാഴ്ച ദിവസം അവര് നല്ല വസ്ത്രം അണിഞ്ഞ് ടിപ്പ് ടോപ്പില് ടൈ കെട്ടി, അല്ലെങ്കിൽ ഓസ്ട്രിയയിലൊക്കെ അവരുടെ ഒരു നാട്ടിലെ ഒരു കൾച്ചറൽ ഡ്രസ്സ് ഉണ്ട്, അവരുടെ ഒരു ദേശീയ വേഷം, അതൊക്കെ ധരിച്ചിട്ടാണ് ഞായറാഴ്ച പള്ളിയിൽ വരണത്. കാരണം അത് അത്രയ്ക്ക് വലിയൊരു ആഘോഷമാണ്. മണവാട്ടിയും മണവാളനും ഒന്നിക്കുകയാണ്. എനിവേ, അപ്പോൾ സൺഡേ ബെസ്റ്റ് ഉണ്ടോ? എനിവേ, ഞാനിത് കൂടുതലായി പറഞ്ഞ ആരെയും വിഷമിപ്പിക്കുന്നില്ല. നമ്മൾക്ക് കുറച്ചു പേരെങ്കിലും ഈ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനാക്രമത്തെ സഭയുടെ കയ്യിൽ നിന്നും സഭയുടെ പ്രബോധനത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിക്കണം. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ നടന്ന ഒരു ചെറിയ ആത്മാവ് നയിച്ച കാര്യം ഇതാണ്. രാവിലെ പള്ളി പോകാൻ പറ്റില്ല ഞായറാഴ്ച. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ POCയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടെ സിനഡ് കുർബാനയാണ് എനിക്ക് അർപ്പിക്കാൻ കിട്ടുക. അവിടെ സിനഡ് കുർബാനയാണ്. അപ്പൊ അന്ന് സൂലാഞ്ഞന്റെ പേരിൽ ആണെന്ന് തോന്നണു എണിക്കാൻ പറ്റില്ല, അങ്ങനെ പള്ളി പോകാൻ പറ്റില്ല. നീ എന്ത് ചെയ്യും? വൈകുന്നേരം ആകുമ്പോഴേക്കും എവിടെയെങ്കിലും നമുക്ക് പോകാം, എറണാകുളത്തല്ലേ. അങ്ങനെ ഇരിക്കെ ഞാനും ഭാര്യയും എൻ്റെ നാട്ടിൽ ചേന്നമംഗലത്ത് വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അവിടെ സിമിസ്റ്റേരിയിൽ പോയി. നവംബർ മാസത്തിന്റെ അവസാന ദിവസം 30-ാം തീയതിയാണ്. സിമിസ്റ്റേരിയിൽ വന്നപ്പോൾ ഏതാണ്ട് 3 മണിയായി. അപ്പോൾ പള്ളിയിലെ ആൾക്കാരൊക്കെ പോണു. പള്ളിയുടെ അകത്ത് ചെന്ന് കയറി പോകാന്ന് വെച്ചപ്പോ പള്ളിയുടെ അകത്ത് ഇതേ 3:30-ക്കുള്ള ഞായറാഴ്ചത്തെ സിനഡ് കുർബാന. കറക്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അതിൽ പങ്കുചേർന്നു. കർത്താവ് എന്നെ നയിച്ചത് കണ്ടോ? പരിശുദ്ധാത്മാവ് നയിച്ചത് കണ്ടോ? ഞാൻ ഒട്ടും ഓർത്തുമില്ല, പ്രതീക്ഷിച്ചുമില്ല. ആ സമയത്ത് കൃത്യം ഞാൻ പള്ളിയിൽ കയറുന്ന സമയത്ത്, അപ്പോൾ അവിടുത്തെ കപ്പ്യാരൊക്കെ എനിക്ക് നല്ല പരിചയമാണല്ലോ. അമ്മൻ ഇവിടെ എന്താ നടക്കാൻ പോണേ? ഇവിടെ ഞായറാഴ്ച 3:30-ക്കുള്ള സിനഡ് കുർബാന നടക്കാൻ പോവാണ്. കണ്ടോ എന്റെ പാരമ്പര്യം? കർത്താവ് തന്നെ എനിക്ക് പൂർത്തീകരിച്ചു തന്നു. എനിക്കുണ്ടായ സന്തോഷം, അഭിമാനം. അപ്പോ അങ്ങനെ നമ്മള് സഭയുടെ മാതാവ്, സഭാമാതാവിന്റെ അമ്മിഞ്ഞപ്പാൽ കുടിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ അയലോക്കത്തെ ആൾക്കാരുടെ പോയി അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ പറ്റുമോ? അപ്പൊ സഭയുടെ പാരമ്പര്യത്തെ അഭിമാനത്തോടെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്നേഹം നമുക്കുണ്ടാകണം. സഭാ സ്നേഹം ഉണ്ടാകണം.
സഭാ സ്നേഹം ഉണ്ടാകണം. അതിനുവേണ്ടി ത്യാഗം സഹിക്കണം. അപ്പോ ഇവിടെ പറയുന്നതിനെ എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. ഞാനും ഒരു എറണാകുളത്തുകാരനാണ്. പാരമ്പര്യത്തിലും ആരാധനയുടെ പ്രതീകാത്മകതയിലും സഹോദരപരമായ സംസർഗത്തിന്റെ സംഘടനയിലും രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും, അതാണ് ഈ ആരാധനയിലുള്ള രഹസ്യങ്ങളെക്കുറിച്ച് ദൈവശാസ്ത്രപരമായുള്ള സഭയുടെ പ്രബോധനം നമ്മൾ പഠിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കലിലും. ആരെങ്കിലും പറയണത് കേട്ടാ പോരാ. അതെന്തിനാ അങ്ങോട്ട് തിരിഞ്ഞ് കുർബാനയിലാണ്, ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും ദൈവം അവിടെ ഇല്ലേ? ഇതാണ് കിഴക്കിന്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പ പ്രധാനമായിട്ട് അടിവരയിട്ട് പറയുന്നത്. കിഴക്കൻ സഭകളുടെ ദൈവശാസ്ത്രം കിഴക്കൻ സഭകൾക്ക് മാത്രമുള്ളതല്ല, മുഴുവൻ കത്തോലിക്ക സഭയും പഠിക്കേണ്ടതാണ്. അതാണ്. എന്നിട്ട് അത് അവർ സ്വീകരിക്കണം. അങ്ങനെയും ദൈവശാസ്ത്രമുണ്ടെന്ന്. അപ്പൊ കിഴക്കൻ സഭകളുടെ ദൈവശാസ്ത്രത്തെ മനസ്സിലാക്കാതെ, ദൈവശാസ്ത്രപരമായ സഭയുടെ ആ പ്രബോധനത്തെ മനസ്സിലാക്കാതെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള മാതിരി അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. 23 കിഴക്കൻ സഭകളാണുള്ളത്. അവര് മണ്ടന്മാരാണോ? ആ സഭാ പാരമ്പര്യത്തെ ആരും മാറ്റാൻ പാടില്ല എന്ന് സഭയുടെ ഏറ്റവും അത്യുന്നത അധികാരത്തിൽ ഉള്ള മാർപ്പാപ്പമാര് ഇതിനു മുമ്പും പല ചാക്രിക ലേഖനങ്ങളിലും എഴുതി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മാർപ്പാപ്പയ്ക്ക് തന്നെ അത് മാറ്റാൻ പറ്റില്ല. അതാണ് രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കൽ എന്ന് പറയുന്നത്. ദൈവശാസ്ത്രപരമായ ഗ്രഹിക്കൽ. വിശുദ്ധിയുടെ വിവിധ രൂപങ്ങൾ. വിശുദ്ധിയുടെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത് ഓരോ ആരാധനാക്രമത്തിലും ഈശോ തന്നെയായ അല്ലെങ്കിൽ ദൈവപിതാവ് തന്നെയായ പരമപരിശുദ്ധിയിൽ നിന്നാണ് നമ്മളിലേക്ക് ഒഴുകുന്നതെങ്കിലും അതിന് വിവിധ രൂപങ്ങൾ കൊടുത്തിരിക്കുന്നു, വിവിധ വഴികൾ നൽകിയിരിക്കുന്നു. ഇനി പറയുന്നത് ഒരു പ്രാദേശിക സഭയുടെ ആരാധന ജീവിതത്തിൽ കണ്ടോ, സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്കും സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്ക് സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. അതുകൊണ്ട് ആ പ്രത്യേക ജനതയുടെ സംസ്കാരം അനുസരിച്ചുള്ള ആരാധനാ ശൈലി മാറ്റാൻ ആർക്കും അവകാശമില്ല. വീണ്ടും വായിക്കാം. സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ, ഇതുണ്ടോ, ലൂമൻ ജെൻഷ്യം. ഞാൻ ഇവിടെ വന്ന വഴി തന്നെ ഇത് മേടിച്ചു. ഈ 4 സബ്സ്റ്റിറ്റ്യൂഷൻ മേടിച്ചു. ലൂമൻ ജെൻഷ്യം, dogmatic constitution of the church. Christ is the light of nations. Because this is so, the sacred synod gathered together in the Holy Spirit eagerly desire, by proclaiming the gospel to every creature, to bring the light of Christ to all men, a light brightly visible on the continents of the church. Since the church is in Christ like a sacrament, Sabha, church is in Christ like a sacrament, or as a sign of instrument
അപ്പൊ സഭ ഒരു സാക്രമെന്റ് ആണ്, ഒരു കൂദാശയാണെന്നാണ് ആദ്യത്തെ ഖണ്ഡികയിൽ തന്നെ പറയുന്നത്. ലൂമൻ ജെൻഷ്യം മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 4 കോൺസ്റ്റിറ്റ്യൂഷനുകളും വായിക്കണം. ലൂമൻ ജെൻഷ്യം, ഡൈവർബം, സാക്രസാൻഡം കൺസീലിയം, ഗൗഡിയം സ്പെക്സ്. ഓക്കെ. സംസ്കാരത്തിന് വെളിവാക്കപ്പെടുന്നു. ആ ജനത്തിലേക്കും സംസ്കാരത്തിലേക്കുമാണല്ലോ ആ സഭ ഐക്യപ്പെട്ടതും വേരുറച്ചതും. സഭ കാത്തോലികമാണ്. സംസ്കാരങ്ങളുടെ യഥാർത്ഥമായ എല്ലാ സമ്പന്നതകളെയും ശുദ്ധീകരിച്ചുകൊണ്ട് അവയെ തൻ്റെ ഐക്യത്തിൽ ശേഖരിക്കാൻ അവൾക്ക് കഴിവുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.